ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരിക അല്ലെന്നുണ്ടെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെന്നൊരു വാശി തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് നേടിയെടുക്കുക, അല്ലാതെ പുറകോട്ട് വലിയുന്നതിലല്ല അതിൻ്റെ കാര്യം. അത് നേടിയെടുക്കുന്നതിലാണ് എൻ്റെ ഈ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. പണ്ടത്തെ ഒരു വിജയുടെ സിനിമയിലെ ഡയലോഗ് പറയുന്ന പോലെ, ஒரு செயல்ல இறங்குறதுக்கு முன்னாடி என்ன செய்யலாம் எப்படி செய்யலாம் 100 வாட்டி யோசிக்கலாம், ஆனால் இறங்கினதுக்கு அப்புறம் ஏன்டா இறங்கணும்னு ஒரு தட்டப்பா கூட யோசிக்கக்கூடாது. എപ്പോഴവോ പണ്ണോ ഇത് പണ്ണ മാട്ടുമോ എന്ന് പറയുന്ന പോലെ വിടാമുയർച്ചി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഞാനെന്തിനാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വീഡിയോയിൽ വരും. വീഡിയോയുടെ മുമ്പോട്ടുള്ള ജൈത്രയാത്രയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വിടാമുയർച്ചി റിലീസായിരിക്കുകയാണ്. തല അജിത് നായകനായി, തൃഷ, അർജുൻ, റെജീന എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന് മകിഴ് തിരുമേനി, നമ്മുടെ തടം എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറായിട്ടുണ്ടായിരുന്ന മകിഴ് തിരുമേനിയുടെ സംവിധാനത്തിൽ പുറത്തു വരുന്ന, അനിരുദ്ധിൻ്റെ മ്യൂസിക്കിൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് വിടാമുയർച്ചി. അപ്പോൾ സിനിമ റിലീസായിരിക്കുകയാണ്. ഞാൻ പ്രിയ തിയേറ്റർ, പാലക്കാട് പ്രിയ തിയേറ്റർ എന്നാണ് ഞാൻ സിനിമ കണ്ടത്. കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനുമോ ഷായ്. മകിഴ് തിരുമേനിയുടെ സംവിധാനത്തിൽ, അനിരുദ്ധിൻ്റെ മ്യൂസിക്കിൽ, ലൈക്ക പ്രൊഡക്ഷനിൽ അജിത് കുമാർ, തൃഷ, അർജുൻ, റെജീന എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന് തമിഴിൽ നിന്നും പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് വിടാമുയർച്ചി. ഒരുപാട് നാളായിട്ട് ഷൂട്ടിങ്ങൊക്കെ നടന്ന് കുറേ ബ്രേക്കുകളൊക്കെ എടുത്ത് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് BTS കാര്യങ്ങളൊക്കെ കണ്ട് അജിത്ത് വണ്ടി വട്ടം മറിഞ്ഞ് വീഴുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ BTSകൾ വന്ന് അവസാനം ഇതിൻ്റെ ഒരു ടീസർ റിലീസാകുന്ന ഒരു സമയത്ത് വളരെ എക്സൈറ്റിങ്ങോടുകൂടി ടീസറിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. അപ്പം തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു പടം ഒരു ഹോളിവുഡ് സിനിമയായിട്ടുള്ള 1997 പുറത്തിറങ്ങിയ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ജോനതൻ മോസ്റ്റോ പുള്ളി സംവിധാനം ചെയ്ത, ഞാൻ അന്ന് ആ സിനിമ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അതിനുശേഷം ടീസറിന് ശേഷം ഞാൻ ആ സിനിമ കണ്ടു. അപ്പോൾ ആ സിനിമയുടെ ഒരു അഡാപ്റ്റേഷൻ മോഡലിലുള്ള ഒരു പടമായിരിക്കും ഇത് എന്നുള്ളതാണ് ഇതിൻ്റെ റൂമറായിട്ട് വന്നത്. അതിൻ്റെ ടീസറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അത് നമുക്ക് തോന്നുകയും ചെയ്തിരുന്നു. തൊട്ട് പിന്നാലെയാണ് ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. പാരാമൗണ്ട് പിക്ചേഴ്സ് അതിനെതിരെ, ഈ പടത്തിനെതിരെ ഒരു നോട്ടീസ് അയക്കുകയും 150 കോടിയോട് മുകളിൽ അതിൻ്റെ ഒരു നഷ്ടപരിഹാരം, റൈറ്റ്സ് എടുത്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നഷ്ടപരിഹാരത്തിന് ക്ലെയിം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് അതെന്തായെന്ന് അറിയില്ല, അത് സോൾട്ട് ഔട്ട് ചെയ്തു എന്നാണ് അറിയാൻ പറ്റിയത്. ഇത് ജനുവരി റിലീസാവേണ്ട സിനിമയായിരുന്നു, പൊങ്കലിന് റിലീസാവേണ്ട സിനിമയായിരുന്നു. ഈ ഒരു കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു ഇത് തള്ളി ഫെബ്രുവരി വരെ വന്നത്. എന്തായാലും ചിത്രം തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ബേസിക് കഥ എന്ന് പറയുന്നത്, ഒരു ഭാര്യയും ഭർത്താവും ഒരു യാത്ര തിരികുകയാണ് റോഡിലൂടെ ബൈ കാർ. പോകുന്ന വഴിയിൽ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുകയും ഭാര്യ കാണാതാവുകയും ചെയ്യുന്നു. തൊട്ടു പിന്നാലെ ഈ ഭാര്യയെ അന്വേഷിച്ചിറങ്ങുന്ന ഭർത്താവിൻ്റെ കഥയാണ് ബാക്കിയുള്ള സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ എന്ത് സംഭവിക്കുന്നു, ഭാര്യയെ തിരിച്ച് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ, അസർബൈജാൻ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഈ കഥ മുഴുവൻ നടക്കുന്നത്. ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ എന്താണ് എന്നൊക്കെ പറയുന്ന ഒരു സിനിമയാണ്. ബ്രേക്ക് ഡൗൺ ഞാൻ കണ്ടതുകൊണ്ട് തന്നെ ബ്രേക്ക് ഡൗണിനെ അതേപടി കോപ്പി പേസ്റ്റ് ചെയ്ത പോലാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. സിനിമ എങ്ങനെ ഉണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ വല്ലാണ്ട് നിരാശപ്പെടുത്തിയൊരു സിനിമ തന്നെയാണ് വിടാമുയർച്ചി എന്ന് പറയുന്നത്. ഇതിലെ ശരിക്കും വിടാമുയർച്ചി ആരാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിരുദ്ധാണെന്ന് എനിക്ക് പറയേണ്ടി വരും. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഉറങ്ങിപ്പോകാൻ ടെൻഡൻസി ഇങ്ങനെ വന്ന സമയത്ത് അനിരുദ്ധിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ശരിക്കും എന്നെ ഇങ്ങനെ ഉണർത്തി സിനിമ കാണിച്ചത്. എനിക്കറിയില്ല, ഞാൻ ഈ അടുത്ത് ഒരു സിനിമയ്ക്ക് ഇത്രയും ബോറടിച്ച് ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. എന്നെ വല്ലാണ്ട് നിരാശപ്പെടുത്തി എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് നിരാശപ്പെടുത്തി. രാവിലെ മുതൽ കുറേ റിവ്യൂസ് വരുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് വളരെ ബോറാണ്, സെക്കൻഡ് ഹാഫ് ഗംഭീരമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് ഹാഫാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. സെക്കൻഡ് ഹാഫ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളതുകൊണ്ട് അതിലെത്രത്തോളം ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നു, എത്രത്തോളം ത്രില്ലിങ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത്. കാരണം ഒന്നുമില്ല ഈ പടത്തിൽ, ഒന്നുമില്ല. സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയോ ചെയ്തു വെക്കുന്നുണ്ട്. ആക്ഷൻ ഭയങ്കര സെറ്റപ്പാന്ന് പറയുന്നത്. ജസ്റ്റ് 1997 ഇറങ്ങിയ ആ സിനിമയുടെ ആ ത്രില്ലിങ് ഫാക്ടർ എടുത്തൊന്ന് വെച്ച് നോക്കുക.
ഏഴ് അയലത്ത് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ പടത്തിൻ്റെ 7 അയലത്ത് വന്നിട്ടില്ല വിടാമുയർച്ചി എന്ന് പറഞ്ഞ സിനിമ. അറ്റ്ലീസ്റ്റ് ആ പടത്തിൻ്റെ പേരെങ്കിലും ഒന്ന് ഫസ്റ്റ് തുടക്കം എഴുതി കാണിക്കായിരുന്നു, ഈ പടത്തിൻ്റെ ഒരു അഡാപ്റ്റേഷൻ ആണെന്നും പറഞ്ഞിട്ട്. അതുപോലും ഇവർ ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെയധികം നിരാശപ്പെടുത്തി. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ ഞാൻ പറയുന്നില്ല, ഒരു പടം മോശമാകാൻ വേണ്ടി ആരും ഒരു പടം ചെയ്യത്തില്ല. പക്ഷേ ഒരു സ്ക്രീൻ പ്ലേ എഴുതുമ്പോൾ എനിക്ക് മകിഴ് തിരുമേനേനെ പറയുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. കാരണം തടം എന്ന് പറയുന്ന ഒരു സൂപ്പർ ഡ്യൂപ്പർ പടം ചെയ്തൊരു ഡയറക്ടറാണ്. എന്താണ് ഇവിടെ പുള്ളിക്ക് ബാരിയറായിട്ട് വന്നിരുന്നതെന്ന് എനിക്കറിയില്ല. പുള്ളിക്ക് സ്വതന്ത്രമായിട്ടൊരു കഥ എടുത്ത് ചെയ്യാവുന്നതുള്ളായിരുന്നു. ഈ ഒരു സിനിമയുടെ ഒരു കഥയൊക്കെ എടുത്ത് ഇതൊക്കെ വർക്കൗട്ടും ആകുന്നില്ല. അസർബൈജാൻ എന്ന് പറഞ്ഞിട്ട് അസർബൈജാനിലുള്ള ഏതോ മൊത്തം തമിഴന്മാർ, എന്താ അതാണെങ്കിൽ ഒരു പടത്തിൻ്റെ ഒരു അരമണിക്കൂർ എടുത്ത് അസർബൈജാൻ ലാംഗ്വേജ് തന്നെ, അതാണ് ഒരു ഗിണ്ടി മനസ്സിലാവുന്നുമില്ല. മൊത്തം മറ്റേ തമിഴിൽ സബ്ടൈറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ പോലും ഇല്ല. അജിത് കുമാർ പടം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അജിത്തിൻ്റെ റേസിങ്ങിൽ തേർഡ് അടിച്ചതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിച്ച് അതിൽ ഞാൻ സൂപ്പറായിട്ട് കൈയടിച്ചു. കാരണം അത് ഡിസേർവ് ചെയ്യുന്നൊരു കാര്യമായിരുന്നു. അതിനുശേഷം അജിത് കുമാർ പേരെഴുതി കാണിച്ചപ്പോൾ ഞാൻ കൈയടിച്ചു. പിന്നീട് എനിക്ക് കൈയടിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അജിത്ത് നല്ല രസമുണ്ടായിരുന്നു സ്ക്രീനിൽ കാണാൻ, പ്രായമുള്ള ലുക്കിൽ. പക്ഷേ യങ്ങർ ലുക്ക് കാണിക്കുന്ന സമയത്ത് എന്തൊക്കെയോ അപാകതകളുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര കല്ലുകടിയായിട്ട് തോന്നി. പ്രായം നല്ല രീതിയിൽ മുഖത്ത് മനസ്സിലാവുന്നുണ്ട്. പ്രായമായി, അത് വേറെ സത്യമാണ്. പക്ഷേ വളരെ ചെറുപ്പക്കാരനായിട്ട് കാണിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കല്ല് കടിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ആ ഒരു നരച്ച ലുക്കിൽ പുള്ളി സൂപ്പറായിരുന്നു. പുള്ളി മാക്സിമം പുള്ളിയുടെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതിനുള്ള റിസൾട്ട് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാനിപ്പം ഇൻട്രോയിൽ പറഞ്ഞതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അതെന്തുകൊണ്ടാണ് ആ ഡയലോഗ് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സെയിലിൽ ഇറങ്ങുறதுக்கு മുன்னாடி என்ன செய்யலாம் எப்படி செய்யலாம் 100 வாட்டி யோசிக்கலாம்னு ഇറങ്ങുന്നதுக்கு അപ്പുറം എന്താ ഇറങ്ങണമെന്ന് ഒരു തടവ കൂടെ യോസിക്കக்கூடாது. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാടാ പടത്തിന് പോയെന്നാണ് പിന്നെ ആലോചിച്ചുകൊണ്ട് ആലോചിക്കുന്നില്ല. കാരണം എന്തായാലും നമ്മൾ സിനിമ കണ്ടതിന് ശേഷം ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, സിനിമ കാണാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. വല്ലവരും പറയുന്ന കേട്ടിട്ട് നമ്മളൊരു അഭിപ്രായത്തിലേക്ക് എത്താറില്ല. സിനിമ കണ്ടതിന് ശേഷം മാത്രമേ അഭിപ്രായം പറയാറുള്ളൂ. അതുകൊണ്ട് എന്തിനിറങ്ങി എന്ന് ഞാൻ ഇല്ല. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക. എനിക്ക് സിനിമ പേഴ്സണലി വർക്കൗട്ട് ആയിട്ടില്ല. ഇനി ഇൻ കേസ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലാത്ത ഒരു പ്രേക്ഷകനാണെന്നുണ്ടെങ്കിൽ മേ ബി ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ബ്രേക്ക് ഡൗൺ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം മാറിപ്പോകും. അത്ര ആ ഒരു രാപ്പകൽ വ്യത്യാസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും പടം താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.